നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. വലിയ ഭാഗ്യജാതകക്കാരിയാണല്ലോ. ഞാനല്ലേ കാലക്കേട് പിടിച്ചവൻ. എന്റെ ഭാഗ്യജാതകം കൊണ്ട് നിങ്ങൾക്ക് കാലക്കേടുണ്ടാവില്ല. നിങ്ങൾ ലക്കിയാ. പക്ഷെ നിങ്ങളുടെ കൂടെ വന്നതുകൊണ്ട് എന്റെ വിധി എന്താവൂന്ന് ആർക്കറിയാം. എന്നെ ചൊറിയാൻ വരാതെ പോയി കുളിക്കാൻ നോക്ക്. വരില്ല. നമ്മൾ ഇനി മുതൽ മാതൃകാ ദമ്പതികളാണല്ലോ. അതുകൊണ്ട് ഇനി ഞാൻ നിന്നോട് വഴക്കിടുകയില്ല. അതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നിങ്ങളും എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. മോളെ, അയ്യോ, നിങ്ങൾ ഇതുവരെ റെഡി ആയില്ലേ? ഗൗതമേട്ടൻ കുളിക്കുന്നതേ ഉള്ളൂ അമ്മേ. എത്ര നിർബന്ധിച്ചാലെന്നറിയോ കുളിക്കാൻ കയറുന്നത്? ഓരോന്ന് പറഞ്ഞ് വെറുതെ നേരം കളയും. അവന്റെ അച്ഛനെ ഇങ്ങനെ തന്നെയാ മോളെ. എപ്പോഴും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. ഒരു കാര്യം പറഞ്ഞു ചെയ്യിക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാന്നേ. ഓ, അച്ഛന്റെ മോൻ തന്നെ. നിന്റെ സങ്കടമൊക്കെ മാറിയതിൽ സന്തോഷമുണ്ട്. ആ മാറ്റം മുഖത്ത് കാണാനുണ്ട് കേട്ടോ. അമ്മയെ കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേ ഒരു സങ്കടം. അതെനിക്കും അറിയാം മോളെ. വിവാഹം കഴിഞ്ഞ് ആദ്യം വിരുന്നു പോകേണ്ടത് നിന്റെ വീട്ടിലേക്കായിരുന്നു. സിനിമ കാണാൻ പോകുന്നത് പോലും അത് കഴിഞ്ഞു വേണമായിരുന്നു. വിരുന്നു പോവാത്തതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല. പോയാൽ ഞങ്ങൾക്ക് തരാനുള്ള ഡ്രസ്സും സദ്യയൊക്കെ അമ്മാവൻ കടം വാങ്ങിച്ച് നടത്തേണ്ടി വരും. ഇന്നത്തെ കാലത്ത് ഒരു മിഡിൽ ക്ലാസ്സുകാരി പെണ്ണിനെ കെട്ടിച്ചു വിട്ടാലും ബാധ്യത തീരുന്നില്ലല്ലോ. വിരുന്ന്, ആദ്യത്തെ പ്രസവം, കുട്ടിക്ക് സ്വർണം കൊടുക്കൽ, അങ്ങനെ താങ്ങാൻ പറ്റാത്ത കടങ്ങളാ ഓരോ കുടുംബം എടുത്ത് തലയിൽ വെക്കുന്നത്. അതുകൊണ്ടിപ്പോ വസുന്ധരാന്റിയുടെ കടുംപിടുത്തം ഞാനൊരു അനുഗ്രഹമായിട്ടാ കാണുന്നത്. ആ മോളെ, നീ പറഞ്ഞ കാശ് ഞാൻ രാവിലെ തന്നെ നിന്റെ അക്കൗണ്ടിൽ ഇട്ടു. കണ്ടു. അപ്പൊ തന്നെ നിഖിലിന് ഞാനത് അയച്ചു കൊടുക്കുകയും ചെയ്തു. അമ്മായിയമ്മയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി സ്വന്തം വീട്ടുകാർക്ക് ചെലവിന് കൊടുക്കുന്ന ആദ്യത്തെ മരുമകൾ ഞാനായിരിക്കുമല്ലേ. ഞാൻ ജോലിക്ക് പോയി തുടങ്ങുമ്പോ ആന്റിയുടെ കടം വീട്ടിക്കോളാം. ഓ, മുതല് നീ എപ്പോഴെങ്കിലും തന്നാ മതി. പക്ഷെ പലിശ നീ കൃത്യമായിട്ട് എനിക്ക് എല്ലാ ദിവസവും തരണം. പലിശയോ? അതെ. പലിശയുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പണം വാങ്ങില്ലായിരുന്നു. അതൊന്നും എനിക്കറിയണ്ട. ഇന്നത്തെ പലിശ എനിക്ക് ഇപ്പൊ തന്നെ കിട്ടണം. ദേ, ഇവിടെ വേണം പലിശ ഉമ്മയായിട്ട്. നീ ഒരിക്കലും മുതല് തരാതിരിക്കണേന്നാ എന്റെ പ്രാർത്ഥന. അപ്പൊ എനിക്ക് എന്നും ഉമ്മ കിട്ടുമല്ലോ. മുതല് തിരിച്ചു തന്നാലും ഞാൻ ഡെയിലിയുള്ള ഈ പലിശ മുടക്കില്ല. പോരെ? പാറു ഇതുവരെ പോയില്ലല്ലോ. ഇപ്പൊ ശരിയായി തരാം. എന്ത് ചെയ്യും? നിധി മോളെ, എന്റെ മോൾ അവിടെ ഇല്ലേ? എന്താ ഗൗതമേട്ടാ? ഒന്നിങ്ങോട്ട് വന്ന് എന്റെ പുറത്തൊന്ന് സോപ്പ് തേച്ച് തരുവോ? പിന്നെന്താ, ഇപ്പൊ വരാട്ടോ. വേഗം വരണേ. ചെല്ല്, നിങ്ങള് രണ്ടാളും റെഡിയായിട്ട് വേഗം പുറപ്പെടാൻ നോക്ക്. ഇപ്പൊ തന്നെ ഷോ തുടങ്ങി കാണും. ശരി ആന്റി. പുറം തേച്ചു കൊടുക്കാൻ ഇയാൾ എന്താ ആനയോ? അതെ, ആന്റി പോയി, ഇനി ഇറങ്ങിക്കോ. എന്റെ ആക്ടിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഭയങ്കര ബോറായിരുന്നു. പ്രത്യേകിച്ച് ആ മോളേന്ന് നീട്ടിയുള്ള വിളി. ഞാനും ബോറായിരുന്നു. ആ ഗൗതമേട്ടാന്നുള്ള വിളി കേട്ടപ്പോ എന്റെ തൊലി ഉരിഞ്ഞു പോയി. അതെ, അതെന്റെ ആക്ടിങ്ങിന്റെ മികവ് കൊണ്ടാ. നിങ്ങള് പുറം തേച്ച് തരാൻ പറഞ്ഞപ്പോ കാലും മടക്കി ഒരു ചവിട്ട് തരാനാ തോന്നിയത്. ആ ദേഷ്യം അടക്കി ഏട്ടാന്ന് വിളിക്കണമെങ്കിൽ അസാമാന്യമായ കഴിവ് വേണം. പക്ഷെ എനിക്ക് ആക്ടിങ് വളരെ ഈസി ആയിരുന്നു. കാരണം മോളെന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ മനസ്സിലൊരു ഡാഷും കൂടി വിളിച്ചിരുന്നു. നമുക്ക് സിനിമയ്ക്ക് പോകാൻ റെഡിയാവണ്ടേ മോളെ? വേണോ എന്റെ ഗൗതം പൊട്ട? പ്രണവേടൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഇട്ട് തന്നിട്ടുണ്ട്. ഇനി ഷോ തുടങ്ങാൻ 1 മണിക്കൂറേ ഉള്ളൂ. അവരുടെ ഒരുക്കം എന്തായിന്ന് അറിയില്ലല്ലോ. ഒന്ന് പോയി നോക്കിയാലോ? ഏയ്, അതൊന്നും വേണ്ട.
തിയേറ്ററിൽ തന്നെ ഇവിടുന്ന് ഒരു 15 മിനിറ്റ് മതി. എങ്ങനെയുണ്ടൊരു തമാശ? ഇഷ്ടയോ? ഗൗതമേട്ടൻ ഇത്രയും വലിയ തമാശക്കാരനാന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതൊക്കെ എന്ത്? ഇനി ഞാൻ ഹോട്ടലാണെന്ന് കയറി ബാർബർ ഷോപ്പിൽ കയറി ഒരാളുടെ കഥ പറഞ്ഞാ നീ ചിരിച്ചു ചിരിച്ച് ചാവും. പ്ലീസ് ഗൗതമേട്ടാ, ഇനി എന്നെ കൊല്ലരുത്. ജീവിക്കാനേ എനിക്കിപ്പോ വല്ലാത്ത മോഹം തോന്നുന്നു. രണ്ടുപേരെയും കാണാൻ ഇപ്പോഴെന്തൊരു ചേർച്ചയാ. ഈ സന്തോഷ എപ്പോഴും വേണ്ടത്. രണ്ടുപേരുടെ ഡ്രസ് നല്ല ഭംഗിയുണ്ട്. യാമിനി, കുറച്ച് ഫോട്ടോസ് എടുത്താൽ നന്നായിരിക്കും. റെഡി അച്ഛാ. ഗൗതം, നീ അവരുടെ തോളത്തൊന്ന് കൈയിട്ടെ. അത് വേണം. വേണം. ഒന്ന് കുറച്ച് ബാക്കിലോട്ടോ. ഇനി ഏട്ടൻ ചേച്ചിയുടെ ചെവിയിലെ രഹസ്യം പറയുന്ന പോലെ നിന്നേ. അയ്യേ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ഒന്ന് പോസ് ചെയ്യേട്ടാ. എന്താ ഗൗതമേട്ടാ ഇത്? ഞാൻ തനിച്ചുള്ളപ്പോ എന്തൊക്കെ രഹസ്യങ്ങൾ പറയാനുള്ള ആളാ. ഇപ്പൊ എന്താ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാൻ ഒരു മടി? എടാ, ഞങ്ങള് മാറിയാലേ നിനക്ക് രഹസ്യം വരൂന്നാണെങ്കിൽ മാറിത്തരാം. അതെ, എന്നിട്ട് ഞങ്ങൾ മറിഞ്ഞു നിൽക്കാം. വേണ്ട, ഞാൻ പോസ് ചെയ്യാം. സൂപ്പർ ഫോട്ടോ. ഇനി ഏത് പോസ് വേണം? ആ, ദാ, ഇങ്ങനൊരു ഫോട്ടോ എടുത്തോ. ആ, ഏട്ടാ, ഞാൻ ടിക്കറ്റ് ഏട്ടന് അയച്ചിട്ടുണ്ട്. ആ, ഗൗതമേട്ടൻ എന്നെ കാണിച്ചു. സിനിമയ്ക്ക് മുൻപൊരു ഐസ്ക്രീം കഴിക്കാൻ സമയമുണ്ടല്ലോ ഗൗതമേട്ടാ. അതേ നിധി പോലെ ഐസ്ക്രീം കഴിച്ച് കണ്ണും കണ്ടും നോക്കി 15 മിനിറ്റ് ഇരിക്കണം. അതെന്താ 15 മിനിറ്റിന്റെ കണക്ക്? അപ്പോഴേക്കും സിനിമ തുടങ്ങില്ലേ? ഏറ്റില്ലല്ലേ? തീരെയില്ല. ഗൗതം, നീ നിന്റെ ഭാര്യയും കൊണ്ടാണോ കോൺഫറൻസിന് പോകുന്നത്? കോൺഫറൻസോ? അതെ, പൂനെയിൽ നിന്നും വന്ന് ഫ്രെയിം ഫില്ലേഴ്സ് ടീം ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞു. 3 മണിക്കാണ് കോൺഫറൻസ്. അവരിന്ന് ഹോട്ടലിൽ റെസ്റ്റ് എടുത്തിട്ട് നാളെ മീറ്റ് ചെയ്യാന്നാണ് പറഞ്ഞത്. അല്ല, വൈകിട്ട് 4 മണിക്ക് കോൺഫറൻസ് പറഞ്ഞിരുന്നു. അയ്യോ, ആ കോൺഫറൻസ് 6 മണി കഴിഞ്ഞാക്കാം. അപ്പോഴേക്കും ഇവർക്ക് സിനിമ കണ്ടിട്ട് വരാലോ. സിനിമയോ? അതെ വസു, സിനിമയ്ക്ക് പോകാൻ ഇവര് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുക. ഓ, അച്ഛന്റെ വഴിയെ തന്നെ മകനും. ബിസിനസ് മറന്ന് ഭാര്യയുടെ കൂടെ സിനിമയും നാടകവും കണ്ട് നടന്ന പണ്ട് ഏട്ടൻ കടക്കണിയിലായത്.